ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഉമ്മിച്ച് കുറച്ച് ബീഡ്സ് ഓർഡർ ചെയ്തു. ഈ ബ്രേസ്ലെറ്റിൻ്റെ ബീഡ്സ് അപ്പോൾ ആ ബീഡ്സും കൊണ്ട് ഉണ്ടാക്കിയ 2 എണ്ണം കാണിച്ചു തരാട്ടോ. നല്ല രസമുണ്ട്, കാണിച്ചു തരാം. വേണാട്ടോ 2 എണ്ണം. ഇത് പല കളറും, ക്യാൻഡിയും പിങ്കും ഈ മഞ്ഞായിട്ട്, പിന്നെ SR അതിനാണ് ഉമ്മിച്ചു കേട്ടോ. പിന്നെ ഒരു പൂവും പിങ്ക് ഇതും, പിന്നെ വേറെ പൂവും, അങ്ങനത്തെ ഒരെണ്ണം. ഇവിടെ 2 പൂവ് ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഇനി അതിൻ്റെ ബീഡ്സ് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഒരു നൂലുണ്ട് കേട്ടോ, അതുണ്ടാക്കുന്ന നൂല്. പിന്നെ അതേ ഇരിക്കുന്നതാണ് അതിൻ്റെ ബീഡ്സ്. ഓരോന്ന് ഞാൻ തുറക്കാം. ആദ്യം ഈ ചെറുത് തുറക്കാം. ഇത് ലെറ്റേഴ്സാണ് കേട്ടോ, ഓരോ ലെറ്റേഴ്സ്. അതിൽ എസ് ദേഹയായിട്ട് ആർക്കുണ്ട് കേട്ടോ, 6 ഉണ്ട്, പല അക്ഷരങ്ങളും ഉണ്ട്. കാണും കുറേ ആർക്ക. ഇതിൽ എത്ര ഉണ്ടെന്നൊന്നും ഞങ്ങൾ എണ്ണിച്ചില്ല. അപ്പോൾ വേറെ നമുക്കോ അടുത്തത് അപ്പോൾ ഇതാണ് കേട്ടോ, തെലങ്കാന ബീഡ്സാണ് കേട്ടോ. ഇതാണ് ഞാൻ മറ്റേ ബ്രേസ്ലെറ്റിലിട്ടത്, ക്യാൻഡിയുടെയും പൂവിൻ്റെയും ഇട്ടുണ്ട്. ഒരു പിങ്കും ഉണ്ട്, കുറച്ച് മഞ്ഞയുണ്ട്, കുറച്ച് പിങ്കും ഉണ്ട്. വേറെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് കേട്ടോ, അതിൽ പിന്നെ കുറച്ച് ലവും ഉണ്ട്, പിന്നെ കുറച്ച് ഷുഗർ പിൻസിലൊക്കെ കേക്കിലാക്കണം അതുപോലത്തെ ബീഡ്സും ഉണ്ട്, ലെസ്സും ഉണ്ട് കേട്ടോ. ഇത് എടുത്തിട്ടില്ല. പിന്നെ ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ചുണ്ട്, ഒരു മിഠായി 2 ക്യാൻഡിയുടെ ഉണ്ട്, അത് ഞാൻ എടുത്ത. പിന്നെ ഒരു സ്റ്റാറിൻ്റെ ഉണ്ട്, കാണോ. പിന്നെ ഒരു പൂവുണ്ട്, ക്യാൻഡി നേരെ കണ്ടില്ലെങ്കിൽ ഒന്നോടൊക്കെ. പിന്നെ ഒരു തേനീച്ച പോലത്തെ എന്തുകൊണ്ട്, ഇത് എന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണെന്ന് മനസ്സിലാവണില്ലല്ലോ. 2 കൊമ്പും ഉണ്ട്, പിന്നെ ഒരു റൗണ്ടും ഉണ്ട്. അപ്പം ബീച്ച് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു വലിയ കേക്കിലേക്ക് സ്വാഗതം. അല്ല, സ്വാഗതമല്ല, പൊയ്ക്കോളൂ, തിന്നോ. അപ്പോൾ ടേക്ക് ഇറ്റ്, ബൈ. നാളെ കാണാം കേട്ടോ. ഇത്ര ദിവസം വീഡിയോ ഇട്ടില്ല, എന്നിട്ട് ഇനി കുറച്ചാൾ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, കാണാം.